ഈ ഒരു ഫേഷ്യൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് തരാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ്. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതേപോലെ റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്. അതേപോലെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഇതിന് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കല്യാണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തരാനായിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യലാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മൾ കാപ്പിപ്പൊടിയല്ല, ഇത് നമ്മൾ പച്ചമഞ്ഞൾ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ബ്രൗൺ കളർ ആക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മഞ്ഞൾ നമുക്ക് ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതേപോലെ ഒരു പാൻ വെക്കുക, അതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട, അല്ലാണ്ട് തന്നെ ചൂടാക്കി നന്നായിട്ട് എടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പാകമായിട്ട് കിട്ടും. ഇനി അതിന് ശേഷം നമ്മളിത് തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ബ്രൗൺ കളറിലുള്ള മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ മഞ്ഞളൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് പാലാണ്. നമ്മൾ എടുക്കേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പം ഞാനിത് പാലെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്കിന്നിലെ അഴുക്കുകളൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാല്. ഇതേപോലെ പാല് ഫുള്ളായിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾ ബ്രൗൺ കളറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മഞ്ഞൾ ബ്രൗൺ കളറാക്കിയതാണ്. അത് ഞാനൊരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുക. ഇനി ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിതുപോലെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയി പോകാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ്. ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ്. അപ്പം ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ല് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. അത് ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്.
അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ബ്രൗൺ കളറാക്കി വെച്ചിട്ടില്ലേ, ആ ഒരു മഞ്ഞൾപ്പൊടി 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ഒരു കോഫി പൗഡറും ഈ ഒരു ബ്രൗൺ കളറിലുള്ള മഞ്ഞപ്പൊടിയും കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഈ കാപ്പിപ്പൊടിയും തമ്മിലുള്ള കോമ്പിനേഷൻ കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനെസ് മാറാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ബ്രൗൺ കളറാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. അതും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. അടുത്തായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായിപ്പോയി. നിങ്ങൾക്ക് കുറച്ച് ടൈറ്റൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കടലമാവ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മൾ ആ ഒരു കടലമാവും കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ. അപ്പം ഞാനിനി ഫേസ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ ഉള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് റൈസ് സെറാമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തേക്കാം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എൻ്റേത് നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എനിക്ക് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.